ഭഗവാൻ ശ്രീരാമന്റെ പാദസ്പർശം. പ്രഭു, ഞാൻ അഹല്യ, അനുഗ്രഹിച്ചാലും. ഉഴാത്ത നിലം പോലെ, പുഷ്പിക്കാത്ത ചെടി പോലെ, മണ്ണിലടിഞ്ഞ ശില. പഞ്ചാശന്റെ പുത്രി പഞ്ചകന്യകളിൽ ഒരുവളായി ജനിച്ചു. ഗൗതമ മഹർഷിയുടെ പത്നിയാണു ഞാൻ. എന്നാൽ അദ്ദേഹത്തിന്റെ തന്നെ ശാപമേറ്റ് ശിലയായി മാറേണ്ടി വന്ന ഹതഭാഗ്യ. ബ്രഹ്മദേവന്റെ ആദ്യ സൃഷ്ടികളിൽ ഒരുവളാണെന്ന കാര്യം ഞാൻ ശ്രേഷ്ഠമായി കരുതുന്നു. ഞാൻ ഓർക്കുന്നു ആ രാത്രിയുടെ അന്ത്യം. രണ്ടായാമം കഴിഞ്ഞതേയുള്ളൂ. കൂമന്റെ മൂളലും വാവലുകളുടെ ചിറകടിയൊച്ചയും പുറത്തു കേൾക്കാമായിരുന്നു. നേരം പുലരാൻ ഇനിയും ഏറെ നേരമുണ്ട്. പെട്ടെന്നതാ നിശയുടെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് കുക്കുടകൂജനം ഉയർന്നു. പതി ഉണർന്ന് പ്രഭാതകർമ്മങ്ങൾക്കായി പുഴയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തെ ദീപം തെളിയിച്ച് യാത്രയാക്കിയ ശേഷം ഞാൻ തിരികെ ശയ്യാറയിലെത്തി കിടന്നതേയുള്ളൂ. പെട്ടെന്നതാ വാതിൽക്കൽ മുട്ടുകേൾക്കുമാറായി. ഞാൻ അവിടേക്ക് എത്തിയപ്പോൾ സ്നാനത്തിന് പുറപ്പെട്ട പതി മുന്നിൽ. ഞാൻ കാര്യമന്വേഷിച്ച് അദ്ദേഹത്തെ അകത്തേക്ക് ആനയിച്ചു. അപ്പോൾ വീണ്ടും വാതിൽക്കൽ മുട്ടുകേൾക്കുമാറായി. ഞാൻ ഓടിയെത്തി. അതാ പതി മുന്നിൽ. അപ്പോ ഇതാര്? ഞാൻ അലറിക്കരഞ്ഞു. പതി എന്നോട് ചോദിച്ചു, ഇവിടെ നിന്നിരുന്നത് ആരാണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അത് അങ്ങ് തന്നെയാണ്. അല്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹം അകക്കണ്ണിൽ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. എന്ത്? അഹല്യ സവിധത്തിൽ ഇന്ദ്രനോ? നാം ഗൗതമ മഹർഷി ഇതാ നിന്നെ ശപിക്കുന്നു. നീ ഒരു ശിലയായി തീരട്ടെ. അങ്ങനെ ഞാനൊരു ശിലയായി മാറി. കാറ്റും മഴയും പൊടിയും കൊള്ളിമീനും എന്റെ മേൽ പതിച്ചു. ഞാൻ എന്റെ എല്ലാ വികാരങ്ങളും അടക്കി നിശ്ചലമായി നിർജീവമായി കാത്തുകിടന്നു. ത്രേതായുഗത്തിലെത്തുന്ന ആ പുണ്യാത്മാവിന്റെ പാദസ്പർശത്തിനു വേണ്ടി ഞാൻ കേണു. ശബ്ദം പുറത്തു വന്നില്ല. ഞാൻ കരഞ്ഞു. കണ്ണീര് കനം വെച്ചു. സംവത്സരങ്ങൾ കടന്നുപോയി. ജനകരാജധാനിയിലേക്കുള്ള യാത്രാമധ്യേ വിശ്വാമിത്രനോടൊപ്പം പുറപ്പെട്ട ആ പുണ്യാത്മാവിന്റെ പാദസ്പർശമേറ്റ് എന്നിലെ സ്വതന്ത്ര ചിന്തയ്ക്ക് ചിറകുമുളച്ചു. ഞാൻ ഒരു സ്ത്രീയായി താണു തൊഴുതു.